ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ഓട്ടട. ഈ ഓട്ടട തയ്യാറാക്കാനായി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ട് കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കുറച്ച് കുറച്ചായി ഒഴിച്ച് ഇളക്കി കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് വെള്ളം മുഴുവനായി ഒഴിച്ച് ഇളക്കിയെടുക്കാം. വെള്ളം മുഴുവനായി ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കുറച്ച് ചൂട് കൈകൊണ്ട് കുഴക്കാൻ പറ്റുന്ന പാകത്തിൽ തണുക്കുന്നവരെ മാറ്റി വെക്കാം. അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കണം. 4 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മധുരം നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളതിനനുസരിച്ച് ഈ ശർക്കരപ്പൊടി കൂട്ടാം. ഇത് കൂടുതൽ മധുരം ഉണ്ടാവില്ല. ഇനി മിക്സി ജാറിലേക്ക് കുറച്ച് നിലക്കടലയും കുറച്ച് അണ്ടിപ്പരിപ്പും 1 ഏലക്കായുടെ അരിയും ഇട്ട് ഒന്ന് കറക്കിയെടുത്ത്, അധികം പൊടിച്ചെടുക്കണ്ട, ഒന്ന് ചെറുതായി തരിതരിയായി കറക്കിയെടുത്താൽ മതി. ഇനി ഇത് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്ത് 2 ചെറിയ പഴവും കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് 1 ടീസ്പൂൺ എള്ളും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇനി പൊടിയുടെ ചൂട് കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. കൈകൊണ്ട് കുഴക്കാൻ പറ്റുന്ന പാകത്തിലായിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കുഴക്കുന്ന സമയത്ത്. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇല വാട്ടി കീറിയെടുത്തിട്ടുണ്ട്. ആ ഇലയിലേക്ക് ഓരോ ഉരുളയാക്കി വെച്ച് കൊടുത്ത് മുകളിലായി 1 ഇല കൂടെ വെച്ച് ഒരു പ്ലേറ്റ് കൊണ്ട് ഇതുപോലെ അമർത്തി കൊടുത്താൽ മതി. ഇലയിൽ പരത്തി കിട്ടും. കൈകൊണ്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും. എല്ലാം ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച തേങ്ങ ഇത് ചേർത്ത് ഒരു സൈഡിൽ മാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് മടക്കി ഒരു പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായ മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ചൂടായ പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുത്ത് 2 വശവും നല്ല പോലെ വേവിച്ചെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ വേവിച്ചെടുക്കണം. എല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഓട്ടടയെല്ലാം ചുട്ട് കഴിഞ്ഞു. ഇനി ചായ കുടിക്കാം. നല്ല രുചിയുള്ള ഓട്ടടയും കൂട്ടി ചായ കുടിക്കാൻ എല്ലാവരും വാ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.